ഇപ്പോൾ തൃശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തന്നെയല്ലേ അജിത് കുമാറിന് സസ്പെൻഷൻ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ DGPയുടെ റിപ്പോർട്ടാണ് ഇന്ന് കാലത്ത് ക്ലിഫ് ഹൗസിൽ യോഗം വിളിച്ച് ആ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത്. ഇന്ന് കാലത്ത് യോഗം കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ ഇപ്പോൾ ആക്ഷൻ വരുന്നത്. ശശീൻ്റെ സാന്നിധ്യം കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് DGPയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനുള്ള. അത് വെള്ളം ചേർത്തു. കാരണം DGPയുടെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി നടപ്പാക്കിയാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ തീവ്രവാദം നടത്തുന്ന ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ബന്ധപ്പെടുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അന്വേഷിക്കാം. എന്തിന് നിങ്ങൾ BJP നേതാക്കന്മാരെ കണ്ടു, എന്തിന് RSSകാരെ കണ്ടു? അതിന് പകരം DGPയെ ഏൽപ്പിക്കുന്നു. DGP ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായ റിപ്പോർട്ട് DGP തയ്യാറാക്കി. പക്ഷേ ആ റിപ്പോർട്ട് അനുസരിച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്യണം. അത് ചെയ്യുന്നതിന് പകരം കാലത്ത് റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു. ശശിയുടെ സാന്നിധ്യത്തിൽ വെള്ളം ചേർത്തു. ഇന്നിപ്പോൾ രാത്രിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ രാത്രി തന്നെ തീരുമാനം ഇന്ന് രാത്രി സമയം തിരഞ്ഞെടുത്തതിലും പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ TVയിലും അൻവറിൻ്റെ യോഗത്തിൻ്റെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻവർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ്. ആ നേരത്താണ് ഒരു ചെറിയൊരു വകുപ്പ് മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ ഓർഡർ ഇറക്കിയത്. അപ്പോൾ എല്ലാം പ്ലാൻഡായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇന്നത്തെ തീരുമാനം. അത്രേ പറയുന്നുള്ളൂ. സ്ഥാനാർത്ഥി കെ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം DGP തുടരുന്നത് മാത്രമല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത ദിവസം അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ തിരിച്ചു കൊടുക്കും. മാത്രമല്ല, ഇപ്പോൾ ഈ ചേലക്കരയും പാലക്കാടും ബൈ ഇലക്ഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അവിടെ ഒരു ഡീൽ ആവശ്യമാണ് CPMന്. പാലക്കാട് BJPയെ സഹായിക്കാനും ചേലക്കരയിൽ CPMനെ സഹായിക്കാനുമുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് അജിത് കുമാറാണെന്ന് ഇന്ന് ഇപ്പോൾ അൻവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാവാനാണ് സാധ്യത. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ LDF BJP കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുക. അത് ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചാരണമായിട്ട് മുന്നോട്ട് പോവുക. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ പ്രഖ്യാപിച്ച സമരപരിപാടികൾ കൂടുതൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എങ്ങനെ? അല്ല, ഈ PV അൻവർ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്യാത്ത അന്വേഷണം പ്രഹസനാണെന്നാണ് ഇന്ന കാലത്തും PV അൻവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ അൻവറിൻ്റെ നിലപാടല്ല. അൻവർ MLA എന്നുള്ള നിലയ്ക്ക് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കണം. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ പ്രതികരണമാണ് കേട്ടത്.